اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم لك الحمد حتى ترضى، ولك الحمد إذا رضيت، ولك الحمد بعد الرضا. اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله. أشهد أن لا إله إلا أنت وحدك لا شريك لك، وأنت كما أثنيت على نفسك، وأشهد أن محمدا عبدك ورسولك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس اتقوا الله عباد الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. صدق الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, മുസ്ലിം ഉമ്മത്തിന്റെ പ്രതീക്ഷയായ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. മുസ്ലിം ലോകത്ത് അറിയപ്പെടുന്ന ചരിത്രകാരനും ഫഖീഹുമായ ഇബ്നു ഖല്ലിഖാൻ തന്റെ വിശ്വവിഖ്യാതമായ വഫയാത്തുൽ അയ്യാൻ എന്ന ഗ്രന്ഥത്തിൽ ഗസയിൽ നിന്നുള്ള പ്രഗൽഭ കവി ഇബ്രാഹിം അൽ ഗസിയെ പരാമർശിക്കുന്നുണ്ട്. കവിയുടെ ജന്മദേശത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് വബിഹാ ഖബ്റു ഹാഷിം ജദ്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാവായ ഹാഷിം ബിൻ അബ്ദു മനാഫിന്റെ ഖബർ അവിടെയാണ് എന്ന് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പരാമർശിച്ച ഖുറൈശികളുടെ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും രണ്ട് കച്ചവട യാത്രകൾ, അതിലവർ ഉഷ്ണകാലത്ത് കച്ചവട ആവശ്യാർത്ഥം പുറപ്പെട്ടിരുന്നത് ബിലാദ് ഷാമിലേക്കായിരുന്നു. അങ്ങനെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാവായ ഹാഷിം ഗസയിലെത്തുന്നതും അവിടെ മരണപ്പെടുന്നതും. ഗസയുടെ കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഗസയുടെ കാലത്ത് ജീവിക്കുക എന്നുള്ളത് ഒരേ സമയം സൗഭാഗ്യവും ദൗർഭാഗ്യവുമാണ്. ഗസയുടെ കാലത്ത് ജീവിച്ച് ഗസയുടെ കൂടെയാണ് എങ്കിൽ
അത് സൗഭാഗ്യവും ഗസക്ക് വിരുദ്ധമാണ് എങ്കിൽ അത് ദൗർഭാഗ്യവുമാണ്. നാം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗസയെ ഇബ്നു ഖല്ലിഖാൻ പരിചയപ്പെടുത്തുന്നത് ഗസ്വത്ത് ഹാഷിം, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാവായ ഹാഷിമിന്റെ ഗസ്വ എന്നാണ്. അത് അദ്ദേഹത്തിന്റെ ഖബർ അവിടെ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഗസയുമായി ബന്ധപ്പെട്ട് ഹാഷിമിന്റെ ഒരു വലിയ ചരിത്രമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇബ്നു ഖല്ലിഖാൻ അതിന് തെളിവായി ഉദ്ധരിക്കുന്നത് അബ്ബാസി കവിയായ അബൂ നുവാസിന്റെ വരികളാണ്. തവാലീബു ബിർറുക്ബാനി ഗസ്സത ഹാഷിമി വബിൽ ഫർമാ മിൻ ഹാജിമിൻ ഹാജിഹിന്ന ശുഊറു. അദ്ദേഹം സന്ദർശിച്ച സ്ഥലങ്ങളെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ വൈകാരികമായി സ്വാധീനിച്ച ഇടമായി പറയുന്നത് ഗസ്സത ഹാഷിം, ഹാഷിം ബിൻ അബ്ദു മനാഫിന്റെ ഗസ്സയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ് ഹാഷിം ബിൻ അബ്ദു മനാഫും ഗസ്സയും തമ്മിലുള്ള ബന്ധം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാവായിരുന്നു. അങ്ങേയറ്റത്തെ ഔദാര്യശീലമുള്ള വ്യക്തിയായിരുന്നു. പരിശുദ്ധ കഅബാലയത്തിന് തീർത്ഥാടനത്തിന് എത്തുന്ന ആളുകളെ ഭക്ഷണവും വെള്ളവും നൽകി ഊട്ടിയിരുന്നത് അദ്ദേഹമായിരുന്നു. അങ്ങനെ ഒരു തവണ ഉഷ്ണകാലത്ത് അദ്ദേഹം ഷാമിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ കച്ചവടാവശ്യാർത്ഥം ഷാമിലെത്തിയ വേളയിൽ, ഗസ്സയിലെത്തിയ വേളയിൽ, കൃത്യമായി ഗസ്സയിലെത്തിയ വേളയിലാണ് മക്കയിലുള്ള ജനങ്ങൾക്ക് പട്ടിണി ബാധിച്ച വിവരം അദ്ദേഹം അറിയുന്നത്. ഹാഷിം അങ്ങേയറ്റം ദുഃഖിതനായി. അദ്ദേഹം വില കൊടുത്ത ഒരുപാട് ധാന്യപ്പൊടികളും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളുമായി നേരെ മക്കയിലേക്ക് വെച്ചുപിടിച്ചു. അങ്ങനെ മക്കയിലെത്തി റൊട്ടികളൊക്കെയും കഷ്ണങ്ങളാക്കി താൻ കൊണ്ടുവന്നിട്ടുള്ള ഒട്ടകത്തെ അറുത്ത് അതിലെ മാംസം അതിൽ നിറച്ച് അദ്ദേഹം ശരീരം ഉണ്ടാക്കി മക്കയിലുള്ള ജനങ്ങൾക്ക് വിതരണം ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. ഫഹശമൽ ഖുബ്സ വനഹറൽ ജുസ്റ വസനഅ അസ്സരീദ. ഇതാണ് ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്. ഗസ്സയിൽ നിൽക്കുന്ന വേളയിൽ മക്കയിലെ പട്ടിണി അറിഞ്ഞ് മക്കയിലെത്തി അവിടെയുള്ള ജനങ്ങളുടെ പട്ടിണി മാറ്റി എന്നുള്ളത് കൊണ്ട് ഖുബ്സ് കട്ട് ചെയ്ത വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ ഹശമൽ ഖുബ്സ എന്നുള്ളതിൽ നിന്നാണ് അംർ എന്ന പേരായ മനുഷ്യൻ ഹാഷിം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് എന്ന് ഇബ്നു ഖല്ലിഖാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. വരൾച്ചയുടെയും പട്ടിണിയുടെയും കാലത്ത് ഖുറൈശികളെ ഗസ്സയിൽ നിന്ന് വന്ന് ഊട്ടിയിട്ടുള്ള ഹാഷിം, ആ ഹാഷിമിനെ സ്വീകരിച്ച ഗസ്സയിലെ ജനങ്ങൾ വിശന്ന് വലഞ്ഞു മരിക്കുന്ന വേളയിൽ ഈ ഊട്ടപ്പെട്ടവരൊക്കെയും വയർ നിറച്ച് സുഖലോലുപരായി ജീവിക്കുന്നു എന്നുള്ളത് ചരിത്രത്തിലെ ഒരു പക്ഷേ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിൽ ഒന്നായിരിക്കും. കറം, ഔദാര്യം എന്നുള്ളത് ഹാഷിമിന്റെ മാത്രം പാരമ്പര്യമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ തലമുറ അത് ഏറ്റെടുത്തു എന്നുള്ളത് നമുക്കറിയുന്ന ചരിത്രമാണ്. അദ്ദേഹത്തിന്റെ പേരമകനായിരുന്നു അബൂ ത്വാലിബ്. സാക്ഷാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച അദ്ദേഹത്തിന്റെ പിതൃവ്യൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ ത്വാലിബ് ചേർത്ത് പിടിക്കുകയായിരുന്നു. ഖുറൈശികൾക്ക് അദ്ദേഹത്തെ ഉപദ്രവിക്കുവാൻ കഴിയുന്നില്ല, അദ്ദേഹത്തെ വധിക്കുവാൻ കഴിയുന്നില്ല. അബൂ ത്വാലിബാണ് സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും ഖുറൈശികൾ പ്രകോപിതരായി. മുഹമ്മദിനെ മാത്രമല്ല, മുഹമ്മദിനെ സംരക്ഷിക്കുന്നവരെയും ഊരുവിലക്കുവാൻ അവർ തീരുമാനിച്ചു. മക്കയിലെ വലിയ വലിയ പർവ്വതങ്ങൾക്കിടയിലെ ഇടുങ്ങിയ ശഅബ് അബീ ത്വാലിബിൽ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്നവരെയും അവർ ഉപരോധിച്ചു. ഉപരോധത്തിലെ വ്യവസ്ഥകൾ സാക്ഷാൽ പരിശുദ്ധ കഅബാലയത്തിന്റെ ചുവരിൽ അവർ എഴുതി ചേർത്തു. അവരോട് ഇടപാടുകൾ പാടില്ല, അവർക്ക് ഭക്ഷണ വസ്തുക്കൾ നൽകുവാൻ പാടില്ല, അവരുടെ കൂടെ ഇരിക്കുകയോ അവരോട് സംസാരിക്കുകയോ ചെയ്യുവാൻ പാടില്ല. അല്ലെങ്കിൽ പിന്നെ അവർ മുഹമ്മദിനെ ഞങ്ങളെ ഏൽപ്പിക്കണം, മുഹമ്മദിനെ വധിക്കുന്നതിന് വേണ്ടി. അബൂ ത്വാലിബിന്റെ താഴ്വരയിൽ ബനുൽ മുത്തലിബും ബനു ഹാശിമും ഒരുമിച്ച് പ്രവാചകന്റെ കൂടെ നിന്നു. അവരിലെ വിശ്വാസികളും അവരിലെ നിഷേധികളും. അബൂലഹബ് മാത്രമാണ് മാറി നിന്നത്. ഉപരോധം കഠിനമായിരുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾ തീരെയില്ല. മക്കയ്ക്ക് പുറത്തുനിന്ന് വരുന്ന ഏതെല്ലാം വിഭവങ്ങളുണ്ടോ ആ വിഭവങ്ങളെല്ലാം മുശ്രിക്കുകൾ വില കൊടുത്തു വാങ്ങി, ഒരിക്കലും ഇവർക്ക് ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി പച്ചിലകൾ കഴിച്ച് സഹാബാക്കൾ ജീവിതം തള്ളി നിൽക്കുന്നു. പച്ചിലകൾ തീർന്നപ്പോൾ അവർ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന തോൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു. തോൽപാത്രങ്ങളൊക്കെയും അടർത്തി മാറ്റി അതിലെ തോലുകളൊക്കെയും അടിച്ചു മെതുക്കി ആ തോല് കഷ്ണങ്ങളാക്കി വെള്ളത്തിൽ മുക്കി അതിനെ കടിച്ചിറക്കുവാൻ വേണ്ടിയായിരുന്നു സഹാബാക്കൾ ശ്രമിച്ചിരുന്നത്. ഷേബ് അബീ ത്വാലിബിൽ നിന്ന് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും നിലവിളികൾ പുറത്തേക്ക് ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു. ഒരു മനുഷ്യനും അവരോട് കരുണ കാണിച്ചില്ല. അവരോട് സന്ധി ചെയ്യുവാൻ ഒരാളും തയ്യാറായില്ല. അതുവരെ ഉണ്ടായിരുന്ന അടുപ്പങ്ങളും ബന്ധങ്ങളുമെല്ലാം തന്നെ അതോടുകൂടി മുറിച്ചു മാറ്റപ്പെട്ടു. പ്രവാചകനെ ഏൽപ്പിക്കണം, അല്ലാണ്ട് നിങ്ങളുടെ മുമ്പിൽ മറ്റൊരു വഴിയില്ല. ഉപരോധം ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള കാര്യമല്ല. പ്രവാചക പ്രബോധനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഉപരോധവുമായാണ് ഈ ഉമ്മത്ത് വളർന്നു വന്നത് എന്നുള്ളത് ഇതിന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഗസയിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതല്ല ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതിനേക്കാൾ ഭീകരമായ വിധത്തിൽ, അതിനേക്കാൾ വൃത്തികെട്ട വിധത്തിൽ ഗസയിൽ ആവർത്തിക്കപ്പെടുന്നു. ഉപരോധം എന്ന് കേൾക്കുമ്പോ, ഗസ എന്ന് കേൾക്കുമ്പോൾ പ്രതികളായി നമ്മുടെ മനസ്സിൽ മിന്നിമറിയുന്ന ഏതാനും ചില രാഷ്ട്രങ്ങളുണ്ട്, ചട്ടമ്പി രാഷ്ട്രങ്ങൾ. പക്ഷേ പടച്ചതമ്പുരാന്റെ കോടതിയിൽ അവർ മാത്രമല്ല പ്രതികളിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഗസക്കാരുടെ ഭാഷ സംസാരിക്കുന്ന, ഗസക്കാരുടെ ദീനിന്റെ ഭാഗമായി ലോകത്ത് അറിയപ്പെടുന്ന, ഗസയുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ഗസയിലെ ജനങ്ങളുടെ ജിഹാദിന് കാതലായി വർത്തിക്കുന്ന ആദർശം പേറി ലോകത്തിന്റെ ഏത് ഭാഗത്ത് ജീവിക്കുന്നവരുണ്ടോ അവർക്കൊക്കെയും ആ ജനങ്ങളോട് കടപ്പാടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അബൂ ഉബൈദ അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തിന്റെ പ്രഭാഷണത്തിൽ ഗസയിലെ ജനങ്ങളുടെ വിശപ്പിന്റെ പട്ടിണിയുടെ കാഠിന്യത്തെ കുറിച്ച് വിവരിക്കുന്ന വേളയിൽ അദ്ദേഹം പ്രയോഗിക്കുന്ന പദം ഷീബ് ഗസ്സ എന്നാണ്. ഷീബ് അബീ ത്വാലിബിലേക്ക് ചേർത്ത് ഷീബ് ഗസ്സ എന്നാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. നിങ്ങൾ ഗസയുടെ പട്ടിണിയുടെ കാര്യത്തിൽ വേദനിക്കുന്നില്ല എങ്കിൽ, അവരുടെ ഉപരോധം നിങ്ങളുടെ ഹൃദയത്തിൽ നീറ്റൽ സൃഷ്ടിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ ഒരിക്കലും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈബ് അബീ ത്വാലിബിൽ പട്ടിണി കിടന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വേദനയില്ല എന്നാണ് അബൂ ഉബൈദ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രവാചകനോടുള്ള, ഈ ഉമ്മത്തിനോടുള്ള നമ്മുടെ സ്നേഹം അത് കപടമാണ് എന്ന് അബൂ ഉബൈദ ഉറക്കെ വിളിച്ചു പറയുന്നു. കാരണം ഷൈബ് അബീ ത്വാലിബ് ഏതാനും മീറ്ററുകളായിരുന്നു ഉണ്ടായിരുന്നത്.
300 കിലോമീറ്റർ ചതുരശ്ര അടിയിലാണ് ഗസയിലെ ജനങ്ങൾ ഉപരോധിക്കപ്പെടുന്നത്. ഷുഐബ് അബീ ത്വാലിബിൽ 200ഓളം വിശ്വാസികളാണ് ഉപരോധിക്കപ്പെട്ടത്. വിശ്വാസികളും അല്ലാത്തവരുമായി ഗസയിൽ ഉപരോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് 2 മില്യണോളം അഥവാ 20 ലക്ഷത്തോളം ജനങ്ങളാണ്. ഷുഐബ് അബീ ത്വാലിബിലെ ഉപരോധം കേവലം സാമ്പത്തികവും സാമൂഹികവുമായിരുന്നു. ഷുഐബ് ഗസ ഉപരോധിക്കപ്പെടുന്നത് സാമൂഹികവും സാമ്പത്തികവും സൈനികവുമായാണ്. പട്ടിണി കിടക്കുന്ന ജനത, ആ ജനതയ്ക്ക് വെള്ളം കാണിച്ച് മോഹിപ്പിക്കുന്നു. വെള്ളം കുടിക്കുന്നതിന് വേണ്ടി പിഞ്ചു പൈതങ്ങൾ ഓടി വരുന്ന വേളയിൽ ആ പിഞ്ചു പൈതങ്ങളുടെ നെഞ്ചത്തേക്ക് ബോംബുകൾ വർഷിക്കുന്നു. ഷുഐബ് അബീ ത്വാലിബ് നമ്മെ കരയിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് എങ്കിൽ, പിന്നെ എങ്ങനെയാണ് ഗസ നമ്മെ പിടിച്ചു കുലുക്കാതിരിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഷുഐബ് അബീ ത്വാലിബിന്റെ ഏറ്റവും പുതിയ, ഏറ്റവും ഭീകരമായ, ഏറ്റവും മാരകമായ ആവർത്തനമാണ് ഗസ എന്നുള്ളത്. ഉപരോധത്തിന്റെ മതിൽക്കെട്ടുകളുമായി ഖുറൈശികളുണ്ട്. അബൂലഹബ് മരിച്ചു പോയിട്ടേ ഇല്ല. ഗസയിലെ ജനങ്ങളെ ഒറ്റുകൊടുക്കുന്നതിന് വേണ്ടി അബൂലഹബുമാർ മത്സരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ അബൂ ത്വാലിബ് എവിടെയാണ്? അവസാനം ഷുഐബ് അബീ ത്വാലിബിന്റെ കെട്ടുപൊട്ടിച്ച ബനൂ ഹാശിമിലും മറ്റും പെട്ടിട്ടുള്ള ആളുകൾ എവിടെയാണ്? അവരെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അബൂ ഉബൈദ ലോകത്തെ അഭിസംബോധന ചെയ്യുന്ന വേളയിൽ ലോകത്തെ എല്ലാ ജനങ്ങളെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇസ്രയേലിനെയും അമേരിക്കയെയും മാത്രമല്ല, സ്വന്തം സമൂഹത്തിൽപ്പെട്ട പ്രതീക്ഷയർപ്പിക്കുന്ന ആളുകളെയും, സ്വന്തം സമൂഹത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട ഒറ്റുകാരെയും അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുണ്ട്. അബൂ ഉബൈദ അബൂ ത്വാലിബിന്റെ ആവർത്തനമാണ്. ഉപരോധത്തിന്റെ തീച്ചൂളയിൽ ഞെരുകിക്കഴിയുന്ന വേളയിൽ അബൂ ത്വാലിബ് ചൊല്ലുന്ന ഒരു കവിതയുണ്ട്. അക്കാലഘട്ടത്തിൽ എല്ലാ ജനങ്ങളെയും, ചുറ്റുവട്ടത്തുള്ള ഖുറൈശി നേതാക്കളെയെല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള കവിത. വദാക അബൂ അംറിൻ അബാ ഗൈറ ബുഅ്ലിനാ ലിയലൂനനാ ബിഫി അഹ്ലി ശാഇൻ വജാമിലി. ഇതാ കണ്ടില്ലേ അബൂ ജഹൽ, ഞങ്ങളെ പുറത്താക്കുവാൻ അയാൾക്ക് ധൃതിയായിരുന്നു. ഈ താഴ്വരയിൽ ആടുകളുടെയും ഒട്ടകങ്ങളുടെയും കൂടെ ഞങ്ങളെ കിടത്തുന്നത് അബൂജഹലാണ് എന്ന് ആദ്യം ഇസ്രയേലിനെ കുറിച്ച് അബൂ ത്വാലിബ് പറഞ്ഞു വെക്കുന്നുണ്ട്. രണ്ടാമത്തെ വരി വസാഇൽ അബൽ വലീദി മാദാ ഹബൗതന ബിശഈക ഫീനാ മുഅ്രിദൻ കൽ മുഖാതിലി. അമേരിക്കയെയും പറയുന്നുണ്ട്, അബുൽ വലീദിനെ. ഇപ്പോ തീരും, സന്ധി ഇപ്പോ പൂർത്തിയാകും, എല്ലാം ഞങ്ങൾ നോക്കുന്നുണ്ട്. ഗസയിലെ മക്കൾക്കുള്ള ഭക്ഷണം ഇന്ന് തന്നെ ലഭിക്കും എന്ന് പറയുന്ന അബുൽ വലീദിനോട് അബൂ ത്വാലിബ് പറഞ്ഞത്, നീ കള്ളനാണ്, നിന്റെ പുറത്തെ വാക്കും ഉള്ളിലെ നിയ്യത്തും നേരെ വിപരീതമാണ് എന്ന് അബൂ ത്വാലിബ് പറയുന്നുണ്ട്. അബൂ സുഫിയാനെയും കൈകാര്യം ചെയ്യും. വമർറ അബൂ സുഫിയാൻ അന്നി മുഅ്രിദൻ കമാ മർറ ഖീലുൻ മിൻ ഇളാമിൽ മുഖാവിലി. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതേ ഇല്ല ഈ സമുദായത്തിൽപ്പെട്ട അടുത്ത ബന്ധമുള്ള ആളുകൾ. എല്ലാം കഴിഞ്ഞതിന് ശേഷം അബൂ ഉബൈദ നടത്തുന്ന അതേ ഒരു പ്രസ്താവന അബൂ ത്വാലിബ് നടത്തുന്നു. കദബ്തും വബൈതില്ലാഹി നുബ്സി മുഹമ്മദൻ വലമ്മാ നുതാഇദുനഹു വനുനാദിലു. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? മുഹമ്മദിനെ ഞങ്ങൾ കഴിയുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങളാരും സഹായിച്ചിട്ടില്ല എങ്കിലും
അവസാന ശ്വാസം വരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഞങ്ങൾ പോരാടും. ഉഖീമു അലാ നസ്രിൻ നബിയ്യി മുഹമ്മദിൻ ഉഖാതിലു അൻഹു ബിൽ ഖനാ വൽ ഖനാബിലി. സർവ്വ ആയുധങ്ങളും എടുത്ത് മുഹമ്മദിനെ ഞങ്ങൾ സംരക്ഷിക്കും. വവജത്തു ബിനഫ്സി ദൂനഹു വഹമൈതുഹു വദാഫഅതു അൻഹു ബിത്വലാ വൽ കലാഖിലി. മുഹമ്മദിനെ നിങ്ങൾക്ക് വധിക്കണമെങ്കിൽ നിങ്ങൾക്കാദ്യം എന്റെ നെഞ്ചി പിളർക്കണം. എന്റെ നെഞ്ചി പിളർത്തിയിട്ടല്ലാതെ മുഹമ്മദിനെ നിങ്ങൾക്കൊരിക്കലും സ്പർശിക്കുവാൻ സാധിക്കുകയില്ല എന്ന് അബൂ ത്വാലിബ് പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ ശഅബ് അബീ ത്വാലിബിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കതൊരു ചരിത്രമായി. ശഅബ് അബീ ത്വാലിബ് ചരിത്രമല്ല, വർത്തമാനമാണ് എന്നാണ്. അബൂ ത്വാലിബിന്റെ കവിത മക്കയിൽ പ്രചരിച്ചു. മനസാക്ഷിയുള്ളവരെയെല്ലാം അത് ഉണർത്തിക്കളഞ്ഞു. ധീരശൂരന്മാരായ ഏതാനും ചില ചെറുപ്പക്കാർ രംഗത്തു വന്നു. അവർ നേരത്തെ പറഞ്ഞ ഉപരോധം പൊളിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ചരിത്രം. അബൂ ഉബൈദ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അബൂ ഉബൈദയുടെ പ്രഭാഷണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ശൂരന്മാരായ ശൗര്യമുള്ള ഒരുത്തിനെ കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വർത്തമാനം. നമ്മളൊക്കെ പ്രവാചക ചരിത്രം വായിക്കാറുണ്ട്. പ്രവാചക ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ പറയും, നമ്മുടെ മനസ്സിൽ കരുതും, ആ കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ പ്രവാചകനെ സഹായിക്കാമായിരുന്നു. ഇതാ അക്കാലം നമ്മുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നു. ഹാഷിമിന്റെ ഗസ്സ ഇതാ നമ്മുടെ മുമ്പിൽ. മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടി പോരാടുന്ന ജനങ്ങളിതാ നമ്മുടെ മുമ്പിൽ. സാലിസുൽ ഹറമൈൻ, അർദുൽ ഇസ്രാ, ഇസ്രാഇന്റെ ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്നവർ. സാക്ഷാൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായികൾ അൻസാർ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗസയിലെ പിഞ്ചുമക്കളും നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ കടന്നു വരും. ആ മക്കളുടെ അപ്പുറത്ത് ഞാനും നിങ്ങളുമെല്ലാം ഉണ്ടായിരിക്കും. എന്താണ് നമ്മൾ ചെയ്തത്? ഉപരോധിക്കപ്പെടുന്നത് വിശ്വാസികളാണ്. ഉപരോധം കണ്ടു നിൽക്കുന്നതും വിശ്വാസികളാണ്. മൗനം പാലിച്ചിരിക്കുന്നതും വിശ്വാസികളാണ്. വഞ്ചകരുടെയും കൂട്ടത്തിലുള്ളത് വിശ്വാസികളാണ്. ഏതളവിൽ എത്രമാത്രം ഈ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ശബ്ദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഒരു മനുഷ്യൻ ദുനിയാവിൽ അനുഭവിക്കുന്ന ഏറ്റവും കഠിനമായ പീഡനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പട്ടിണിയാണ് ഏറ്റവും വലിയ ശിക്ഷ. ശരീരം ശുഷ്കിച്ച് ശോഷിച്ചു പോകും. മനസ്സ് തകർന്ന് തളർന്നു പോകും. അതുകൊണ്ട് അറബികൾ വിശന്നു മരിക്കുന്നവനെ അൽ മൗത്തുൽ അക്ബർ എന്നാണ് പറയുക. മണ്ണ് തിന്ന് മരിച്ചു എന്ന് ആ വ്യക്തിയെ കുറിച്ച് പറയുന്നു. ഇതാണ് ഗസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ വിശന്നു മരിക്കുവാൻ അനുവദിച്ചുകൂടാ. ഇനി ആരെങ്കിലും വിശന്നു മരിക്കുകയാണെങ്കിൽ അതിന് സാക്ഷിയായി കൂടാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇദാ റഅയ്തുമുർ റജുല യുഖ്തലു സബ്റൻ ഫലാ തഹ്ദുറു മക്കാന. നിങ്ങൾ അങ്ങോട്ട് ചെന്നു പോകരുത്, അടുത്തു പോകരുത്. പട്ടിണി കിടന്ന മനുഷ്യരുടെ അടുത്തേക്ക്, മരിക്കുന്ന മനുഷ്യരുടെ അടുത്തേക്ക്. കാരണം അവിടെ അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങും. ആ ശിക്ഷ നിങ്ങളെ കൂടി ബാധിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ കൊടിയ ശത്രുവാണെങ്കിൽ പോലും അവർക്ക് പട്ടിണി കൊടുക്കുവാൻ പാടില്ല. വയുത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. മിസ്കീനിനെ പോലെ തന്നെ,
യതീമിനെ പോലെ തന്നെ നിങ്ങൾ ഭക്ഷണം കൊടുക്കേണ്ടവരാണ് അസീർ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഷൈബ ബിൻ ത്വാലിബിൽ നിന്ന് 5 ആളുകളാണ് രംഗത്ത് വന്നത്. ആ 5 ആളുകളാണ് നേരത്തെ പറഞ്ഞ ഹിസാർ ഉപരോധം തുടച്ചു നീക്കിയത്. അതിൽ സുഹൈർ ബിൻ അബി ഉമയ്യ എന്ന പേരായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ അബൂ ത്വാലിബിന്റെ കവിതയിൽ അദ്ദേഹത്തെ കുറിച്ച് അബൂ ത്വാലിബ് പറയുന്നുണ്ട്, നിഅമ ബിൻ ഉഖ്തിൽ ഖൗമി ഗൈറു മുകദ്ദബി സുഹൈറുൻ ഹുസാബുൻ മുഫ്രദുൻ മിൻ ഹമായിലി. ഒരുപാട് ആളുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം എനിക്കാകെ വിശ്വാസമുള്ളത് സുഹൈറിനെയാണ് എന്ന് അബൂ ത്വാലിബ് പറയുന്നുണ്ട്. ആ സുഹൈർ മസ്ജിദുൽ ഹറാമിൽ ഖുറൈശികളുടെ മുമ്പിൽ വന്നു നിന്നു. എന്നിട്ട് ഉറക്കെ ചോദിച്ചു, നിങ്ങൾക്ക് നാണമില്ലേ? നമ്മളൊക്കെയും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുന്നു. ബനൂ ഹാഷിം അവിടെ പട്ടിണി കിടന്ന് മരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല. ഞാനിത് മുറിച്ചു കളയുകയാണ്, കീറിക്കളയുകയാണ്. ഇതാണ് ശൗര്യം എന്ന് പറയുന്നത്. ചില ആളുകളൊക്കെ പറയുന്നത് നിലനിൽക്കണ്ടേ, അതുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്. അന്തസ്സില്ലാതെ നിന്ദതയോടുകൂടി നിലനിൽക്കുന്നതിനേക്കാൾ ഇസ്ലാം മുൻഗണന നൽകുന്നത് അന്തസ്സോടുകൂടി മരണപ്പെടുന്നതാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. സുഹൈർ പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തെ തുടർന്ന് ഷൈബ് അബി ത്വാലിബിലെ ഉപരോധം പൊളിഞ്ഞുപോയി. 2 ഖുതുബകൾ കൊണ്ട് ഈ ഖുതുബ അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലെ ഒന്നാമത്തെ ഖുതുബ എന്ന് പറയുന്നത് ഈ ഉമ്മത്ത് എത്രമാത്രം ദുർബലമാണ് എന്ന് സ്ഥാപിക്കുന്നതാണ്. രണ്ടാമത്തെ ഖുതുബ ഈ ഉമ്മത്തിന്റെ ദൗർബല്യം കാരണം ഗസയിലെ മക്കൾ എത്രമാത്രം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ ഖുതുബ ഷെയ്ഖ് മഹ്മൂദ് അൽ അസ്നാത്താണ് നടത്തുന്നത്. ഗസയിൽ വെച്ച് ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം ഹംദും സലാത്തും ചൊല്ലിയിട്ട് പറഞ്ഞു, ഇദാ അക്തറു മിൻ 30,000 ശഹീദ് و70,000 ജരീഹ് ومليوني مشرد لم نستطيعوا إيقاظ الأمة فما لكلماتي أن تفعل. 30,000 നിരപരാധികൾ വെന്തു മരിച്ചിട്ട് 70ഓളം പേർക്ക് മാരകമായ മുറിവേറ്റിട്ട് 20 ലക്ഷം പേർ നിരന്തരമായി ഉപരോധിക്കപ്പെട്ടിട്ട് ഒരനക്കമില്ലാത്ത ഉത്ബുദ്ധരാവാത്ത ഈ ഉമ്മത്തിന് പിന്നെ എന്റെ ഖുതുബ കൊണ്ട് എങ്ങനെ ഉത്ബുദ്ധരാവാനാണ്? ഇതാണ് ഒന്നാമത്തെ ഖുതുബ. അതിന്റെ വലുപ്പം ഇത്ര തന്നെയുള്ളൂ. രണ്ടാമത്തെ ഖുതുബ കഴിഞ്ഞ ആഴ്ചയിൽ അശ്ശൈഖ് അലി അൽ ഹുസൈൻ നടത്തിയിട്ടുള്ള ഖുതുബയാണ്. അദ്ദേഹം ഹംദും സലാത്തും ചൊല്ലിയിട്ട് പറഞ്ഞത്, ലൈസ ലി ത്വാഖത്തുൽ ലിതഹദ്ദുസി ലിശ്രിദ്ദത്തിൽ ജൂ. വിശപ്പ് കാരണം എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ആവതില്ല. വലൈസ ലക്കും ത്വാഖത്തുൽ ലിസ്തിമാഇ ലിശിദ്ദത്തി ജൂഇക്കും വലിശിദ്ദത്തിൽ ഹർ. നിങ്ങൾക്കാണെങ്കിൽ വിശപ്പ് കാരണം എന്നെ ശപിക്കാനുള്ള ശേഷിയുമില്ല. അഖിമിസ് സ്വലാത്ത്. അതുകൊണ്ട് നമുക്ക് നമസ്കരിക്കാം. ഇത് ചരിത്രമല്ല സഹോദരന്മാരെ, നമ്മുടെ വർത്തമാനമാണ്. നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഷെയറുകൾ, നമ്മുടെ പ്രതിഷേധങ്ങൾ അത് ഗസയ്ക്ക് വേണ്ടി മാത്രമാവണം. ഗസയ്ക്ക് വേണ്ടി പ്രതികരിക്കണം എന്നല്ല, ഗസയ്ക്ക് വേണ്ടി മാത്രം പ്രതികരിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ നിലനിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഇസ്സത്തോടു കൂടി ജീവിക്കുന്ന വിശ്വാസികളുടെ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ വേദന തന്ന് ജീവിക്കുന്ന, മണ്ണ് തന്ന് ജീവിക്കുന്ന ഗസയിലെ നിരാലംബരായ ദുർബലരായ സഹോദരി സഹോദരന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഉപരോധത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അവരുടെ പോരാട്ടങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഷഹാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ കണ്ണീരുകൾ അവരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്ന ഉതകുന്ന സമുദ്രങ്ങളാക്കി പരിവർത്തിപ്പിക്കുമാറാവട്ടെ. അവരുടെ കർമ്മങ്ങളൊക്കെയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس اتقوا الله عباد الله. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين وأذل الظلم والظالمين. اللهم كن لنا معينا في سفرنا وحضرنا وخليفة في أهلنا ومالنا واطمس على وجوه أعدائنا يا رب العالمين. اللهم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا والعافية في ديننا ودنيانا. اللهم انصر المجاهدين في غزة يا رب العالمين. اللهم إن غزة جاعت فأشبعها وضعفت فقويها وهوسرت فارفع عنها البلاء والحصار يا رب العالمين. اللهم أطعم الجائعين وآمن الخائفين وارحم الأطفال الرضع والنساء الثكالى والشيوخ الركع يا رب العالمين. اللهم إن إخواننا في غزة لا ناصر لهم إلا أنت. اللهم كن لهم عونا ونسيرا. اللهم أطعمهم من جوع وآمنهم من خوف وفرج كربهم عاجلا غير آجل يا أرحم الراحمين. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا ألما. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين. الله أكبر الله أكبر.